വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന് ചേട്ടൻ പറഞ്ഞ പോലെ പക്ഷി മൃഗാദികളുടെ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഉള്ളത് ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക മാത്രമല്ല, കാടിനെക്കുറിച്ചും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കാനും കൂടി നോക്കുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർ ജസ്റ്റ് ഫോട്ടോ എടുത്ത് മാത്രം പോകുന്ന ആൾക്കാരുണ്ടാവും, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചുമ്മാ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. സഫാരി മാത്രം യൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും, അതല്ലാതെ നടന്നു പോയി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ ആൾക്കാരെ സംബന്ധിച്ചത് ഓരോ രീതിക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പ്രകൃതിയോട് കുറച്ചുകൂടി അടുക്കുക, കാടിനോട് അടുക്കുക എന്നുള്ളതായിരിക്കാം അല്ലേ? എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുപ്പ് നടക്കണം, കൂടെ കാടിനെ അറിയുക, പ്രകൃതി അറിയുക, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. എങ്ങനെയാണ് ആദ്യം ഈ ഒരു വൈൽഡ് ലൈഫിലേക്ക് ഇറങ്ങിയത്? എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ഞാനിപ്പോൾ ഒരു 6 വർഷമായി തുടങ്ങിയിട്ട്. 2019 ഇപ്പോൾ 7 വർഷമാകുന്നു. 2019 തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് കയ്യിൽ ക്യാമറയുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ക്യാമറ കിട്ടുന്നത് മാമൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു ഫിലിം ക്യാമറയായിരുന്നു. ഫോട്ടോഗ്രാഫീനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അതിന് ശേഷം മാമന് ഡിജിറ്റൽ ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ ക്യാമറ യൂസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ആ ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇടയിൽ ചടിയിൽ വീണത് കേടായി. അപ്പോൾ ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ക്യാമറ വാങ്ങിച്ച് മാമന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇതെൻ്റെ കയ്യിൽ നിന്നാണല്ലോ പോയത്. അപ്പോൾ ജോലിക്ക് കയറി ഒരു 1-2 മാസത്തെ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച തുകയെടുത്ത് ഒരു ക്യാമറ വാങ്ങിച്ചു. നിക്കോണിൻ്റെ കൂൾപിക്സ് L340 ആണ്. ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. അത് കുറച്ച് നമുക്ക് സൂം ചെയ്യാം, ലെൻസ് ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. ചെറിയ രീതിക്ക് ഫിക്സഡ് ലെൻസാണ്, പക്ഷേ ചെറിയ രീതിക്ക് സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലെൻസ് വാങ്ങിച്ചു. ഇപ്പം മാമനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാമർ നീ തന്നെ വെച്ചോ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടും ഞാൻ അധികം അങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കിയില്ല. അത് 1-2 വർഷമൊക്കെ ചുമ്മാ അങ്ങനെ പോയി. അതിന് ശേഷം യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചു. ബൈക്ക് വാങ്ങിച്ച ശേഷം സ്ഥിരമായിട്ട് യാത്ര പോകാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുത്ത് എൻ്റെ ഫോട്ടോസ്, വണ്ടീൻ്റെത്, പോകുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാൻ തുടങ്ങി. അതുപോലെ കണ്ണതൊക്കെ എടുക്കും, എല്ലാ സാധനവും എടുക്കും. ഞാൻ ഇങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് പോയിട്ടില്ല, കാണുന്നതൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് കോയമ്പത്തൂരായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായത്. അപ്പോൾ ഊട്ടി നമുക്ക് അടുത്താണ്, അപ്പോൾ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഊട്ടിക്ക് പോകും. ഊട്ടി പോയ സമയത്ത് അവിടെ നിന്ന് റോസ് ഗാർഡനിൽ വെച്ച് 1-2 ബേഡ്സിൻ്റെ ഫോട്ടോ എടുക്കാൻ സാഹചര്യം ഉണ്ടായി. നല്ല അടുത്താണ് കിട്ടിയത്. ഫോട്ടോ എടുത്തു. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നല്ല ആക്റ്റീവായി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഫേസ്ബുക്കിലിട്ടു. പല ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ഫോട്ടോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് തന്നെ നമുക്കൊരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയുമല്ലോ, നമ്മളൊരു ഉത്തേജിപ്പിച്ചു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ബേഡ്സിനെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം പിന്നെ വീണ്ടും ബേഡ്സിൻ്റെ ഫോട്ടോ, നല്ല ഫോട്ടോ ഇട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും പക്ഷികളെ തിരഞ്ഞു പോയിട്ട് തുടങ്ങി.